ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 7ഓളം പേരാണ് പ്രതികളാകുന്നത്. ഈ പ്രതികളാകുന്നതിൽ PS പ്രശാന്ത് വരുന്നുണ്ട്, തന്ത്രിയും വരുന്നുണ്ട്. അപ്പോൾ തന്ത്രിയെ പൂട്ടിയ സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഒരു വിഭാഗം ആളുകൾ. അന്ന് തന്ത്രിക്ക് അങ്ങനെ ചെയ്തുകൂടാ ചെയ്യില്ല എന്നുള്ളത് നമുക്ക് തീർപ്പ് കൽപ്പിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ SIT ആണ് ഈ ഒരു റിപ്പോർട്ട് കോടതിക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും, കൃത്യമായി അതിൽ ഇടപെട്ടിട്ടുള്ളവരെയൊക്കെ അകത്തിടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാമോ? അങ്ങനെ പ്രതീക്ഷിക്കാറായിട്ടില്ല. പക്ഷേ ഇവര് തെളിയിച്ചു 7 പേർക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് തെളിയിച്ചു. 7 പേരെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അയ്യപ്പന്റെ സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ട് സ്മാർട്ട് ക്രിയേഷനെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ മാറ്റം വരുത്തി മിച്ചം വന്ന സ്വർണം അടിച്ചു മാറ്റിയ കേസിൽ ആണ് ഈ തെളിവുകൾ വന്നിരിക്കുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അവരുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കൂടാതെ ഇനി 2 തെളിവുകളുടെ വീതാംശങ്ങൾ കിട്ടാനുണ്ട്. ഒന്ന് VSSCയിൽ നിന്ന്, പിന്നെ ജാംഷഡ്പൂരിലേക്ക് അയച്ച തെളിവുകൾ. അതായത് അവരെ മോഷ്ടിച്ച സ്വർണമാണോ തെളിവായിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നത്, തൊണ്ടിയായിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിലൊരു പരിശോധന. ഈ 2 പരിശോധനകളും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇത് 100% പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ 98% ഈ 7 പേരും പ്രതികളാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. പ്രജിത പറഞ്ഞതുപോലെ തന്നെ ഈ 7 പേരുടെ കൂട്ടത്തിൽ, അതായത് 100% പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ട 7 പേരുടെ കൂട്ടത്തിൽ അവിടുത്തെ ദൈവതുല്യനായിട്ടുള്ള തന്ത്രിയുമുണ്ട്. ഈ തന്ത്രി എന്ന് പറയുന്ന ആള് തന്ത്രത്തിൽ മിടുക്കനാണ് എന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. നമ്മൾ അന്നേ പറഞ്ഞിരിക്കുന്നതാണ്, മുഖം നോക്കാതെ പദവി നോക്കാതെ ശിക്ഷ വിധിക്കണം. ശിക്ഷ വിധിച്ചിട്ടില്ല, തെളിവുകളുണ്ട്, വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ തന്നെ വളരെ പകൽ പോലെ വ്യക്തമാണ്. എന്താണ് ഈ തന്ത്രി? തന്ത്രിക്ക് ഒരു ക്ഷേത്രത്തിലുള്ള അധികാരം എന്താണ്? എത്രമാത്രം സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്? അത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന പദവി കൈയാളുന്ന ഒരാളിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പ്രജിത, അതെന്താണെന്ന് അറിയാമോ? ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ആചാര ലംഘനമായിട്ടൊന്നും പാടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട പരമമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. തന്ത്രിമാരെപ്പോഴും അമ്പലങ്ങളിൽ ഉണ്ടാവാറില്ല. തന്ത്രിമാർ ദൂരെ ഇരിക്കുകയേ ഉള്ളൂ. ക്ഷേത്രത്തിനകത്ത് എന്തെങ്കിലും അനാചാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഇടപെടേണ്ട ഒരാളാണ് പ്രശ്നവിധി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ട വലിയ ഭാരിച്ച ഉത്തരവാദിത്വം. ദൈവ തുല്യനല്ല അദ്ദേഹം, ദൈവത്തിന്റെ പിതൃസ്ഥാനം. അതെ, ആ ഒരു പേര് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ, അദ്ദേഹത്തെ പിടിച്ചപ്പോ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ ഈ തന്ത്രി കുടുംബത്തിനെതിരെ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അലിഗേഷൻസ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അത് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. SIT ഇപ്പൊ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ തന്ത്രിയുടെ കാര്യം മാത്രമല്ല, ഈ ദൈവതുല്യൻ എന്നുള്ള പേരിലേക്ക് കൂടി വരുമ്പോൾ, ആ ഒരു ടാഗ് ലൈനിലേക്ക് വരുമ്പോൾ എപ്പോഴും ക്രൂശിക്കപ്പെട്ടിരുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവാണ്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഇതിൽ പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള തരത്തിലുള്ള നറേറ്റീവ്സ് ആയിരുന്നു എല്ലാം. ഇനി ഇത് പിണറായി അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ലേ എന്നുള്ളതിൽ പോലും നമുക്ക് പൂർണ്ണമായിട്ടും തെളിവുകളൊന്നും വന്നിട്ടില്ല. അപ്പോ ഈ ദൈവതുല്യൻ എന്ന് പറയുന്നത് ഉദ്ദേശിച്ചതും ഒരുപക്ഷെ തന്ത്രിയെ തന്നെ ആയിക്കൂടെ? തന്ത്രിയാകാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയാകാൻ വഴിയുണ്ട്. അതിന്റെ ഒരു വികല്പം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആരാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആരുമായിക്കോട്ടെ, ദൈവം സാക്ഷാൽ ദൈവം തന്നെ ആയാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തന്ത്രി കണ്ഠരര് മോഹനരാണ് ഇപ്പൊ പ്രതിയായിട്ടുള്ളത്, അല്ലെ? തന്ത്രി മോഹനരാണ്, മഹേഷ് മോഹനര് ഇവിടെ പ്രതിയായിട്ടുണ്ട്. പക്ഷേ ഇനിയും വേറൊരു തന്ത്രിയും കൂടി ഇതിൽ പ്രതിയായിട്ടുണ്ട് ഇവിടെ ക്ഷമിക്കണം, തന്ത്രി കണ്ഠരര് രാജീവരാണ് ഇതിനകത്ത് ഇപ്പൊ 7 പേരുടെ കൂട്ടത്തിലുള്ളത്. അദ്ദേഹം പ്രതിയാണ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇനി 9 പേരും കൂടിയുണ്ട്. ആ 9 പേരുടെ കൂട്ടത്തിൽ മറ്റൊരു തന്ത്രിയുണ്ട്. താഴമൻ കുടുംബത്തിൽ തന്നെയുള്ള
തന്ത്രി രാജീവര് മോഹനര് എന്ന് പറയും. തന്ത്രി മഹേഷ് മോഹനര് എന്ന് പറയുന്ന ആളും കൂടി ഇതിലുണ്ട്. ഇത് രണ്ടുപേര് വരുന്നതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ ആവുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. അതായത് ഇപ്പോഴത്തേതെന്ന് പറയുന്നത് തന്ത്രി കണ്ഠരര് രാജീവര്. അടുത്തത് എന്ന് പറയുന്നത് ഇനിയിപ്പോ അന്വേഷണ പട്ടികയിൽ 9 പേരുണ്ട്, പൂർണ്ണമായിട്ടും തെളിവ് കിട്ടാത്ത. ആ കൂട്ടത്തിലുള്ള ആളെന്ന് പറയുന്നത് തന്ത്രി മഹേഷ് മോഹനര്. ഇനിയും നമ്മുടെ പ്രേക്ഷകർക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഈ 7 പേര് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് വായിക്കാം. അതായത് എ അജികുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ആളാണ്, ജാമ്യത്തിൽ പോയതാണ്, 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, 1-ാം പ്രതി. തന്ത്രി കണ്ഠരര് രാജീവര്, സ്പഷ്ടമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നാ പറയുന്നത്, എന്ന് പറഞ്ഞാൽ 100% തെളിവുകള്. അതുപോലെ തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മരിച്ചുപോയി മുരാരി ബാബു, അദ്ദേഹം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു ശിക്ഷയിൽ നിന്ന്. അതുപോലെ തന്നെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന രജിലാൽ, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരാണ് ഈ 7 പേർ. ക്ലിയർ ആണ്. ഇനി 9 പേര് ആരാണെന്ന് കൂടി പറയാം. ഈ 9 പേരെന്ന് പറയുന്നത് ബോർഡ് അംഗമായിരുന്ന സുന്ദരേശൻ, ബോർഡ് സെക്രട്ടറി ആയിരുന്ന ബിന്ദു, ആ സ്ത്രീ അസുഖമാണെന്നും പറഞ്ഞ് അറസ്റ്റിൽ നിന്ന് ഒഴിവായി സുപ്രീം കോടതി വരെ പോയിട്ട് വാദിച്ച സ്ത്രീയെ. അതുപോലെ തന്നെ തന്ത്രി മഹേഷ് മോഹനര്. കാരണം ഈ കുടുംബത്തിലുള്ളവരെല്ലാം കുറ്റവാളികളാണ്, കുറ്റവാളികളുടെ പട്ടികയിൽ വരുന്നു. അതുപോലെ തന്നെ തിരുവാഭരണം കമ്മീഷണർ സുനില, അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, കർണാടക ബെല്ലാരി രാജ, നമ്മളന്ന് പരാമർശിച്ചതാണ്. കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, 2020 എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന VS രാജേന്ദ്ര പ്രസാദ്. ഇവരെല്ലാം അന്വേഷണ വിധേയരായിട്ട് നിൽക്കുക. അപ്പോഴും വിട്ടുപോയ ഏതാനും ചില പ്രതികൾ ഉണ്ട് അല്ലേ? ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള വരുമ്പോ, അതെ, ഒരു പ്രത്യേക ഉയരത്തിലെത്തുമ്പോ ഈ കേസ് ഇല്ല കൊടി താഴ്ത്തുന്ന പോലെ താഴോട്ടിങ് പോരും. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം. 2019 ഇവിടെ സ്വർണം കൊണ്ടുപോയി 40 വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടി അത് പൂശി എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. 2019 കഴിഞ്ഞ് വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നമ്മൾ അന്നേ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. 2025 40 വർഷം ആയോ? അപ്പോ 2019 25 തമ്മിലുള്ള വ്യത്യാസം വെറും 6 വർഷം മാത്രമാണ്. ഈ 6 വർഷം കൊണ്ട് ധൃതി പിടിച്ച് ഇത് ചെന്നൈയിലേക്ക് അയച്ച മഹാനാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള PS പ്രശാന്ത്. കള്ളനാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതിനു മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡ്, 2019 ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡും ഈ കള്ളം കാണിച്ചു. സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അയ്യപ്പനെ ചതിച്ചു, ഭക്തലക്ഷങ്ങളെ ചതിച്ചു. ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടുപേരും. അപ്പൊ ആ 2 സമയത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ മുഴുവൻ പ്രതികളാണ്. ആ ദേവസ്വം ബോർഡുകളെ ഭരിച്ചിരുന്ന 2 മന്ത്രിമാരുണ്ട്. അവരിതിലില്ല. VN വാസവനില്ല, കടകംപള്ളി സുരേന്ദ്രനില്ല. ഈ 2 മന്ത്രിമാരെയും ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യനായിട്ടുള്ള ഫസ്റ്റ് അമംഗ് ദി ഈക്വൽസ് ആയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇല്ല. അതെങ്ങനെ സംഭവിക്കുന്നു? ഇപ്പൊ ഭരിക്കുന്നത് CPM ഗവൺമെന്റ് അല്ല, UDF ഗവൺമെന്റ് ആണ്. അവരുടെ പേര് ഇതിനകത്ത് വരുന്നില്ല. ഇവരുടെ പേര് ഇതിനകത്ത് എന്തുകൊണ്ട് വരുന്നില്ല? അവർക്ക് ഉത്തരവാദിത്തമില്ലേ? നോക്കൂ, രാമക്ഷേത്രവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത, രാമക്ഷേത്രം എന്ന് പറയുന്ന ഗവൺമെന്റുമായിട്ട് ഒരു ബന്ധവും ഉള്ളതല്ല. രാമക്ഷേത്രം ട്രസ്റ്റ് ആണ് പാലിക്കുന്നത്. രാമക്ഷേത്രം ട്രസ്റ്റിന്റെ കാര്യത്തിൽ അവിടെ കീഴ് ജീവനക്കാര് അവിടെ കള്ളം നടത്തി രാജിവെച്ചു. ആര്? രാമക്ഷേത്രം ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ രാജിവെച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇവിടെ ആ ചോദ്യം ചെയ്യൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെല്ലാം മുകളിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ ഈ കാര്യത്തിൽ ഒരു തവണ പോലും ചോദ്യം ചെയ്തിട്ടുമില്ല എന്നുള്ള സത്യം അവശേഷിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് 100% എന്ന് പറയുന്നത് ഇത് പൂർണ്ണമല്ല. ഇവരുടെ കാര്യത്തിൽ 7 പേരുടെ കാര്യത്തിൽ 100% തെളിവുണ്ട്. പക്ഷേ ഈ പട്ടികയിൽ വന്നിരിക്കുന്ന 7ഉം 9ഉം ആണല്ലോ, 16 പേരുടെ കൂട്ടത്തിൽ നിന്ന് ഇനി ഒരു 3 പേര് കൂടി ചേർക്കാനുണ്ട്. അപ്പോഴേ ഇത് കംപ്ലീറ്റ് ആവും. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കടകംപള്ളി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന VN വാസവൻ, അതുപോലെ ഈ 2 മന്ത്രിസഭയിൽ ഇവരെ ദേവസ്വം മന്ത്രിമാരായി നിയോഗിച്ച മുഖ്യമന്ത്രി.
കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് ഉത്തരവാദിത്വമെങ്കിലും ഉണ്ട്. അത് രേഖാമൂലമായിട്ട് ഈ കേസിൽ പെടുത്തിയേ പറ്റൂ. അതുകൊണ്ട് ആർക്കും ഇതിൽ നിന്ന് രക്ഷയില്ല. കള്ളം കാണിച്ചപ്പോൾ ആരൊക്കെ ഭരണ ചുമതല നിർവഹിച്ചിരുന്നു കൈയൊഴിയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഭക്തസംഗമം എന്ന് പറഞ്ഞു പോയിട്ട് നിങ്ങൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം, കർണാടക മുഖ്യമന്ത്രിയുടെ സന്ദേശം ഒക്കെ തേടി തമിഴ്നാട്ടിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിനെ വിളിക്കാൻ പോയത് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാഞ്ഞിട്ടാ? അവിടെ 5 കോടി രൂപ മുടക്കിയത് എന്തിനാ? ദേവസ്വം ബോർഡിൽ നിന്ന് പണം വാങ്ങിച്ച് നിങ്ങൾ ചോദിച്ചിട്ടല്ലേ തന്നത്? അപ്പോ ദി റെസ്പോൺസിബിലിറ്റി ലൈസ് ഓൺ യുവർ ഹെഡ്സ് ടു. അതുണ്ടായിട്ടില്ല. ഇനി പ്രജിത ചോദിക്കാൻ വന്നത്? ഇല്ല സാർ, ഞാൻ ചോദിക്കാൻ വന്നതും ഇത് തന്നെയായിരുന്നു. അത് സാർ അത് തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ്. അങ്ങോട്ടും അന്വേഷണം പോകണം. ഇദ്ദേഹം ഒരു SP ആണ്, SP ശശിധരൻ. ഇദ്ദേഹം SP ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വിധേയത്വം വരും. പക്ഷെ വിധേയത്വം ശബരിമല കാര്യത്തിൽ കാണിച്ച കള്ളത്തെ ഒരു തരത്തിലും ബാധിക്കാൻ പറ്റില്ല. കാരണം ഹൈക്കോടതിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നത്. പ്രത്യേകിച്ച് LDFന്റെ ഭരണം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ മുൻവിധികളില്ലാത്ത അന്വേഷണങ്ങളിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ള നീതി അയ്യപ്പന് കിട്ടൂ, അയ്യപ്പ ഭക്തന്മാർക്ക് കിട്ടൂ, സംഭാവന നൽകിയവർക്ക് കിട്ടുകയുള്ളൂ. ഇനി മറ്റ് നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ബെല്ലാരി രാജയും കൂടെ ഉണ്ട്. നമ്മൾ അന്നേ പറഞ്ഞിരുന്ന ആളാ. പിന്നെ ആവശ്യമില്ലാതെ ഒരു ഡി മണി എന്നും പറഞ്ഞ ആ മണിയുടെ ആളെന്നും പറഞ്ഞ അവിടെ തമിഴ്നാട്ടിൽ പച്ചക്കറി കച്ചവടവും മറ്റും നടത്തുകൊണ്ടിരുന്ന മനുഷ്യനെ വിളിച്ചു വന്ന് ഇവിടെ അപമാനിച്ചു. ഈ സമയം കൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തില്ല? VN വാസവനെ ചോദ്യം ചെയ്തില്ല? എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ അതീവ രഹസ്യമായിട്ട് വെച്ചു? ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളല്ലേ. നോക്കൂ എവിടൊക്കെയാണ് 2 ദിവസം 3 ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും രാമക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ടവരുടെ വീടുകളിൽ പോയി റെയ്ഡ് നടത്തി വരുമാനം കണ്ടെത്തി. അവരുടെ വരുമാനം മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരവിൽ കവിഞ്ഞ സ്വത്തുള്ളവരെ ED തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശരിയായ പാതയിലുള്ള അന്വേഷണം. ഇതിപ്പോ എത്ര വർഷം കഴിഞ്ഞു? എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇത്രയെങ്കിലും പുറത്തു വരുന്നത്? മറ്റേത് പിടിച്ച് അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഇനിയിപ്പോ മോദിയുടെ ബുൾഡോസർ രാജായിരിക്കും പിന്നെ അവരുടെയൊക്കെ വീട് വരവിൽ കഴിഞ്ഞും അവിഹിതമായിട്ടും സമ്പാദിച്ച സ്വത്തുകൾക്ക് മുകളിൽ അവിടെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ കയറി ഇറങ്ങും. നോക്കിക്കൂ. അങ്ങനെയാണ് അവിടെ നീതി നടപ്പാക്കുന്നത്. പ്രീതിയോ ഭീതിയോ കൂടാതെ. കാരണം BHP-കാരാ, സ്വന്തം പാർട്ടിക്കാരാ, യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതാണ് നടപടി സ്വീകരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് എന്താ കണ്ടത്? പത്മകുമാറിനെതിരെ ഒരു നടപടിയില്ലാത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടി കഴിഞ്ഞപ്പോഴാണ് ഒരു സസ്പെൻഷനിലേക്കെങ്കിലും പോകുന്നത്. പേടി. അദ്ദേഹം ഇനിയും പലരെയും വിളിച്ചു പറയുന്ന പേടി. അദ്ദേഹം പറഞ്ഞല്ലോ, ആത്മകഥ എഴുതുമ്പോൾ ഞാൻ ഇതെല്ലാ കാര്യങ്ങളും പറയും. പേടിച്ചു പോയി, വിറങ്ങലിച്ചു. എന്തുകൊണ്ട് വിറങ്ങലിക്കുന്നു നിങ്ങൾ? കാരണം പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സത്യങ്ങൾക്ക് മുമ്പിൽ ചൂളിപ്പോവും. പാതിരാവിൽ സൂര്യൻ ഉദിച്ചതുപോലെ ആയിത്തീരും എന്നുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ പേടിക്കുന്നതും ഭയക്കുന്നതും. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയാതെ തന്നെ ബോധ്യമാവുന്ന ഒരു കാര്യം, ഇവിടെ തീർച്ചയായിട്ടും കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്നുള്ള സത്യമാണ്. ഇവരുടെ മടിയിൽ കനമുണ്ട് എന്നുള്ള കനമേറിയ സത്യം കൂടിയാണ് പുറത്തു വരുന്നത്.